വായന ദിനമായി ആചരിക്കുന്നത് ആരുടെ ചരമദിനമാണ്? വായന ദിനമായി ആചരിക്കുന്നത് ആരുടെ ചരമദിനമാണ്? PN പണിക്കരുടെ ചരമദിനം. ഉണ്ണീസ് വിജയപാത അവതരിപ്പിക്കുന്ന വായനാ ദിന ക്വിസ്. LP UP വിഭാഗത്തിനായുള്ള തീർച്ചയായും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയ ഈ വായനാ ദിന ക്വിസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തോളൂ ഇപ്പോൾ തന്നെ. ഏതു ദിവസമാണ് വായന ദിനം നാം ആചരിക്കുന്നത്? ഏതു ദിവസമാണ് വായന ദിനം നാം ആചരിക്കുന്നത്? ജൂൺ 19. ജൂൺ 19-ന്. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. ഇങ്ങനെ പറഞ്ഞ കവി കുഞ്ഞുണ്ണി മാഷാണ് ഈ വരികൾ എഴുതിയത്. മലയാള ഭാഷയുടെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്ന കവി, മലയാള ഭാഷയുടെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്ന കവി തുഞ്ചത്ത് എഴുത്തച്ഛൻ. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക. വായനയുടെ പ്രാധാന്യത്തെപ്പറ്റി ഈ മുദ്രാവാക്യം തയ്യാറാക്കിയതാര്? ഉത്തരം PN പണിക്കർ. PN പണിക്കരാണ് ഈ മുദ്രാവാക്യം തയ്യാറാക്കിയത്. എന്താണ് PN പണിക്കരുടെ ശരിയായ മുഴുവൻ പേര്? PN പണിക്കരുടെ മുഴുവൻ പേര് പുതുവായിൽ നാരായണ പണിക്കർ. PN പണിക്കരുടെ ജന്മനാട് എവിടെയാണ്? PN പണിക്കരുടെ ജന്മനാട് ആലപ്പുഴ ജില്ലയിലെ നീലംപേരൂർ. ഓട്ടൻതുള്ളൽ എന്ന നൃത്തരൂപവും തുള്ളൽ പാട്ടുകളും സൃഷ്ടിച്ച കവി ആരാണ്? ഉത്തരം കുഞ്ചൻ നമ്പ്യാരാണ് ഓട്ടൻതുള്ളലിന്റെ ഉപജ്ഞാതാവ്. കേരളത്തിലെ കലകളുടെ പഠനത്തിനും പ്രോത്സാഹനത്തിനുമായി മഹാകവി വള്ളത്തോൾ സ്ഥാപിച്ച വിദ്യാലയം ഏതാണ്? കേരള കലാമണ്ഡലം എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്? ചെറുതുരുത്തിയിലാണ്. മലയാള ഭാഷയ്ക്ക് ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരം ശ്രേഷ്ഠ ഭാഷാ പദവി. മലയാളം കഴിഞ്ഞാൽ കേരളത്തിൽ കൂടുതൽ പേർക്ക് മാതൃഭാഷയായ 2 ഭാഷകൾ ഏതെല്ലാം? തമിഴ്, കന്നഡ എന്നീ 2 ഭാഷകൾ മാതൃഭാഷയായുള്ളവർ കേരളത്തിലുണ്ട്. കേരളത്തിലെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി ആര്? കേരളത്തിലെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് കുട്ടികൾക്കായി പ്രസിദ്ധീകരിക്കുന്ന മാസികയുടെ പേര്? ഉത്തരം തളിര് മാസിക. കേരളത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരം ആണല്ലോ. സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏത് നഗരമാണ്? ഉത്തരം തൃശൂർ. സാംസ്കാരിക തലസ്ഥാനം തൃശൂർ. കേരളത്തിലെ അക്ഷര നഗരം എന്ന് വിളിക്കുന്ന നഗരം ഏത്? കോട്ടയമാണ് അക്ഷര നഗരം. പൂരോത്സവത്തിന് പ്രസിദ്ധമായ നഗരം ഏതാണ്? പൂരോത്സവത്തിന് പ്രസിദ്ധമായ നഗരം തൃശൂർ. ഗുണപാഠ കഥകൾ ചേർന്ന പഞ്ചതന്ത്രം എന്ന ഗ്രന്ഥം എഴുതിയതാര്? പഞ്ചതന്ത്രം കഥകൾ രചിച്ചത് വിഷ്ണു ശർമ്മ. ബേപ്പൂർ സുൽത്താൻ എന്ന് പറയുന്നത് ആരെയാണ്? ബേപ്പൂർ സുൽത്താൻ എന്ന് പറയുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ. നങ്ങേലിയും ഉണ്ണിയും പൂതവും കഥാപാത്രങ്ങളായ പൂതപ്പാട്ട് എന്ന കൃതി എഴുതിയതാര്? കവി ഇടശ്ശേരി ഗോവിന്ദൻ നായർ. ഉണ്ണിക്കുട്ടന്റെ ലോകം എന്ന കൃതി രചിച്ചതാര്? ഉണ്ണിക്കുട്ടന്റെ ലോകം രചിച്ചത് നന്ദനാർ. കുഞ്ഞിക്കൂനൻ എന്ന പേരിൽ ഒരു കുട്ടിയുടെ ജീവിത കഥ പറയുന്ന കൃതി രചിച്ചതാര്? കുഞ്ഞിക്കൂനൻ എന്ന കൃതി രചിച്ചത് പി നരേന്ദ്രനാഥ്. തകഴി ഗ്രാമത്തിൽ ജീവിച്ചിരുന്ന
പ്രസിദ്ധനായ സാഹിത്യകാരൻ ആരാണ്? ഉത്തരം തകഴി ശിവശങ്കരപ്പിള്ള. തകഴി ശിവശങ്കരപ്പിള്ള. കാക്കേ കാക്കേ കൂടെ വിടെ, കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ എന്ന് തുടങ്ങുന്ന കവിത രചിച്ചതാര്? ഉത്തരം മഹാകവി ഉള്ളൂർ. മഹാകവി ഉള്ളൂർ. പ്രശസ്ത മാപ്പിളപ്പാട്ട് രചയിതാവ് മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ സ്മാരകം എവിടെയാണ് ഉള്ളത്? കൊണ്ടോട്ടി. മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി. വായനാ ദിന ക്വിസ് LP-UP ജയിക്കണോ മുഴുവൻ കാണോ? സാഹിത്യകാരന് കേരള സർക്കാർ നൽകി വരുന്ന ഏറ്റവും ഉയർന്ന ബഹുമതി അല്ലെങ്കിൽ അവാർഡ് ഏതാണ്? എഴുത്തച്ഛൻ അവാർഡ്. എഴുത്തച്ഛൻ അവാർഡ്. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്ന് തുടങ്ങുന്ന പരിസ്ഥിതി ഗാനം രചിച്ച കവിയുടെ പേരെന്ത്? ഇഞ്ചക്കാട് ബാലചന്ദ്രൻ. ഇഞ്ചക്കാട് ബാലചന്ദ്രൻ. ഒരു സാഹിത്യകാരന് രാജ്യത്ത് ലഭിക്കുന്ന ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരം ഏതാണ്? രാജ്യത്തെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരമായി കണക്കാക്കുന്നത് ജ്ഞാനപീഠം അവാർഡ്. ജ്ഞാനപീഠം ബഹുമതിയാണ്, അവാർഡാണ്. മലയാളത്തിൽ ആദ്യമായി ജ്ഞാനപീഠം അവാർഡ് നേടിയത് ആരാണ്? ഉത്തരം ജി ശങ്കരക്കുറുപ്പ്. കവി ജി ശങ്കരക്കുറുപ്പ് ആണ് ആദ്യത്തെ ജ്ഞാനപീഠ അവാർഡ് നേടിയത്. ജ്ഞാനപീഠം സമ്മാനം നേടിയവരിൽ സഞ്ചാര വിവരണങ്ങൾ എഴുതിയ സാഹിത്യകാരൻ, സഞ്ചാര സാഹിത്യകാരൻ ആരാണ്? SK പൊറ്റക്കാട്ട്. SK പൊറ്റക്കാട്ട്. ജ്ഞാനപീഠം അവാർഡ് നേടിയവരിൽ കവിതയ്ക്ക് പുറമെ നിരവധി സിനിമാ ഗാനങ്ങൾ എഴുതിയിട്ടുള്ള കവി ആരാണ്? ONV കുറുപ്പ്. കവി ONV കുറുപ്പ്. ജ്ഞാനപീഠം അവാർഡ് നേടിയതിൽ ചെറുകഥ, നോവൽ തുടങ്ങിയവയ്ക്ക് പുറമെ സിനിമാ തിരക്കഥ, സിനിമാ സംവിധാനം എന്നീ മേഖലകളിൽ തിളങ്ങിയ സാഹിത്യകാരൻ ആര്? MT വാസുദേവൻ നായർ ആണ്. ഇന്ത്യ എൻ്റെ രാജ്യം, എൻ്റെ സ്വന്തം രാജ്യം എന്ന് തുടങ്ങുന്ന ദേശഭക്തി ഗാനം രചിച്ചതാര്? ചെമ്മനം ചാക്കോ. ചെമ്മനം ചാക്കോ. ജനഗണമന എന്ന് തുടങ്ങുന്ന നമ്മുടെ ദേശീയ ഗാനം രചിച്ച കവി? മഹാകവി രവീന്ദ്രനാഥ ടാഗോർ. രവീന്ദ്രനാഥ ടാഗോർ. കേരളത്തിൽ പുറത്തിറങ്ങുന്ന പത്രങ്ങളിൽ ഏറ്റവും പഴക്കമുള്ളത്, കേരളത്തിൽ ഇന്ന് പുറത്തിറങ്ങുന്ന പത്രങ്ങളിൽ ഏറ്റവും പഴക്കമുള്ളത് ദീപിക. ദീപിക പത്രമാണ്. കൂടുതലറിയാൻ തുടർന്നുള്ള വീഡിയോകളും കാണൂ. ഉണ്ണീസ് വിജയപാത. താങ്ക്സ് ഫോർ വാച്ചിങ്.